നമ്മൾ ഇന്ന് ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്താണെന്നായിരിക്കും നോക്കുക. നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ കാണാം. ക്ലാസ് പോയിന്റ് ഡെഫ് അണ്ടർസ്കോർ അണ്ടർസ്കോർ ഇനിറ്റ് അണ്ടർസ്കോർ അണ്ടർസ്കോർ സെൽഫ് എക്സും വൈയും ആയിരിക്കും ഈ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആട്രിബ്യൂട്ട്സ്. സെൽഫ് ഡോട്ട് എക്സ് ഈക്വൽ ടു എക്സ്, സെൽഫ് ഡോട്ട് വൈ ഈക്വൽ ടു വൈ. നമുക്ക് ഈ ക്ലാസിൻ്റെ രണ്ട് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. പോയിന്റ് 1 2, പോയിന്റ് 2 3. എനിക്ക് P3 എന്ന് പറഞ്ഞ മറ്റൊരു ഒബ്ജക്റ്റ് കിട്ടണം. P1 പ്ലസ് P2 ചെയ്യുമ്പോൾ ആ P3 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 2, അതെന്ന് പറഞ്ഞാൽ 3 ആയിരിക്കണം. പിന്നെ P3യുടെ വൈ എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 3, അത് 5 ആയിരിക്കണം. നമുക്ക് ഈ കോഡ് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ എററാണ് കിട്ടുന്നത്. Unsupported operand type for plus, point and point. ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഓപ്പറേറ്റർ ഓവർലോഡിങ് ഇൻ പൈത്തൺ അലൗസ് യു ടു ഡിഫൈൻ ദ ബിഹേവിയർ ഓഫ് ഓപ്പറേറ്റേഴ്സ് പ്ലസ് മൈനസ് സ്റ്റാർ എക്സെട്ര ഫോർ കസ്റ്റം ഒബ്ജക്ട്സ്. ഇറ്റ് ഗിവ്സ് യു ദ എബിലിറ്റി ടു റീഡിഫൈൻ how an operator works when applied to instance of your own class. ഇവിടെ നമ്മൾ P1 പ്ലസ് P2 ആഡ് ചെയ്യുമ്പോൾ പുതിയൊരു പോയിന്റ് കിട്ടും. വിത്ത് എക്സ് ആ സം ഓഫ് ദിസ് 2x, 1ഉം 2 ആഡ് ചെയ്യുമ്പോൾ 3 വരും. പിന്നെ 2ഉം 3 ആഡ് ചെയ്യുമ്പോൾ 5 വരും. എക്സ് ആയിട്ട് 3ഉം വൈ ആയിട്ട് 5ഉം വരുന്ന ഒരു പുതിയ പോയിന്റ് കിട്ടുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇവിടെ പൈത്തണ് ഈ പ്ലസ് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അതിനെയാണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഓരോ ഓപ്പറേറ്ററിൻ്റെ ബിഹേവിയർ ഒബ്ജക്ട്സിന് വേണ്ടി നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഇവിടെ രണ്ട് ഒബ്ജക്ട്സിൽ P1ലും P2ലും നമ്മൾ പ്ലസ് ഓപ്പറേഷനാണ് അപ്ലൈ ചെയ്തത്. പ്ലസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റേർണലി ഡെഫ് അണ്ടർസ്കോർ അണ്ടർസ്കോർ ആഡ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് കോൾ ആവും. അതിൽ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് സെൽഫായിരിക്കും. പിന്നെ വേറൊരു ആർഗ്യുമെൻറ്റും. ഇവിടെ P1 പ്ലസ് P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 ഡോട്ട് അണ്ടർസ്കോർ അണ്ടർസ്കോർ ആഡ് അണ്ടർസ്കോർ അണ്ടർസ്കോർ P2 എന്നാണ്. ഇത് ആഡ് ചെയ്തിട്ട് എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? മറ്റൊരു പോയിന്റ്. പോയിന്റ് 3 5 സെൽഫ് ഡോട്ട് എക്സ് പ്ലസ് അതർ ഡോട്ട് എക്സ്. ഇവിടെ സെൽഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ P1നെയും അതർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ P2നെയാണ്. അന്നേരം P1ൻ്റെ എക്സും P2ൻ്റെ എക്സും ആഡ് ചെയ്യുക. പിന്നെ P1ൻ്റെ വൈയും P2ൻ്റെ വൈയും ആഡ് ചെയ്യുക. ഇപ്പം നമുക്ക് P1 പ്ലസ് P2 ആഡ് ചെയ്യാൻ പറ്റി. ആഡ് ചെയ്തപ്പം പുതിയൊരു പോയിന്റ് കിട്ടി. ആ പോയിന്റിൻ്റെ എക്സും വൈയും നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് P3 ഡോട്ട് വൈ. നമുക്ക് 1ഉം 2ഉം ആഡ് ചെയ്തിട്ട് 3 കിട്ടി. 2ഉം 3ഉം
ആഡ് ചെയ്തിട്ട് 5ഉം കിട്ടി. ഇവിടെ നമ്മൾ പ്ലസിൻ്റെ ബിഹേവിയർ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. പ്ലസ് എങ്ങനെ ബിഹേവ് ചെയ്യണം. ഇവിടെ നമ്മൾ പ്ലസിൻ്റെ ബിഹേവിയർ എന്തായിരുന്നു? ഈ രണ്ട് ഒബ്ജക്ട്സിൻ്റെയും എക്സിനെയും ഈ രണ്ട് ഒബ്ജക്ട്സിൻ്റെ വൈനെയും ആഡ് ചെയ്യുക, എന്നിട്ട് പുതിയൊരു പോയിന്റ് റിട്ടേൺ ചെയ്യുക. ആ ബിഹേവിയർ നമ്മളിവിടെ പറഞ്ഞു കൊടുത്തു. ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെ പൈത്തണിൽ കുറേ മെത്തേഡ്സ് ഉണ്ട്. P1 മൈനസ് P2ൻ്റെയും P1 ഡിവൈഡഡ് ബൈ P2ൻ്റെയും P1 ഇൻറ്റു P2ൻ്റെയും ഒക്കെ ബിഹേവിയർ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ മെത്തേഡ്സ് എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. മൈനസിൻ്റെ ബിഹേവിയർ പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ സബ് എന്ന് പറഞ്ഞ ഈ മെത്തേഡ് യൂസ് ചെയ്യും. സ്റ്റാറിൻ്റെ ബിഹേവിയർ പറഞ്ഞു കൊടുക്കാനായിട്ട് MUL എന്ന് പറഞ്ഞ ഈ മെത്തേഡ് യൂസ് ചെയ്യും. ഡിവൈഡിന് ട്രൂ ഡിവ് എന്ന് പറഞ്ഞ ഇത് യൂസ് ചെയ്യും. അങ്ങനെ ഒട്ടനവധി മെത്തേഡ്സ് ഉണ്ട് പൈത്തണിൽ ഈ ബിഹേവിയർ പറഞ്ഞു കൊടുക്കാനായിട്ട്. ഇതിനെ മാജിക് മെത്തേഡ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ മെത്തേഡ്സ് എന്ന് വിളിക്കും.